സാർ, ബംഗ്ലാദേശിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തി മതപരിവർത്തനം നടത്തുന്നതായാണ് ഇസ്കോണിന്റെ കൊൽക്കത്തയിലെ വൈസ് പ്രസിഡന്റ് ആരോപിച്ചിരിക്കുന്നത്. അതിൽ ഇന്ത്യ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നാം പണ്ട് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും സിറിയയിലും കണ്ടതിന് സമാനമായി തന്നെ ബംഗ്ലാദേശിൽ നടക്കുകയാണോ? ഇനി ബംഗ്ലാദേശ് ഒരു മതരാഷ്ട്രമായി മാറാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണോ ഇത്തരം നിർബന്ധിത പരിവർത്തനം അവിടെ നടക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ആഗോള അജണ്ടയാണത്. ലോകം മുഴുവൻ പാൻ ഇസ്ലാമിക് ആക്കുക, പാൻ ഇസ്ലാമിക് ജിയോ പൊളിറ്റിക്സ്, അതാണ് അവരുടെ ലക്ഷ്യം, അന്തിമമായ ലക്ഷ്യം. കേരളത്തിലും അതിനുള്ള രേഖകൾ നമുക്ക് വ്യക്തമായ തെളിവുകളോടെ ലഭിച്ചിട്ടുണ്ടല്ലോ. അത് ആ ലക്ഷ്യമായിരുന്നു. അത് അവരുടെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ജമാഅത്തെ ഹിന്ദ് എന്നാണ് അറിയപ്പെടുന്നത്, ഇന്ത്യ എന്നുള്ളത്. പക്ഷേ ജമ്മു കാശ്മീരിൽ ചെല്ലുമ്പോൾ ആ ഹിന്ദില്ല. അതിൻ്റെ അർത്ഥം ഈ ഹിന്ദുസ്ഥാൻ്റെ ഭാഗമല്ല അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി, അത് പാകിസ്ഥാൻ്റെ ഭാഗമാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുക. അത്ര രാജ്യസ്നേഹമുള്ള ഒരു പ്രസ്ഥാനമാണത്. അതിൻ്റെ പേരിൽ പത്രങ്ങളുണ്ട്. അതിനകത്ത് ദേശസ്നേഹം, മതേതരത്വത്തിന് വേണ്ടിയൊക്കെ വാദിക്കുന്ന വലിയ ഭരണഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്ന നെടുനടുങ്കവൻ പ്രസംഗങ്ങൾ അതിൻ്റെ മുഖപത്രത്തിൽ നിന്ന് കേരളത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പൊതു സ്വഭാവം, തങ്ങൾ ന്യൂനപക്ഷമുള്ള സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ ഇരവാദം ഉന്നയിക്കുകയും തങ്ങൾ ഭൂരിപക്ഷമാകുമ്പോൾ ഇത്തരം മതപരിവർത്തനവും നിർബന്ധിത പരിവർത്തനവും മറ്റു ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണോ ഇവരുടെ നിലപാട്? എക്സാക്ട്ലി. തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ എല്ലാവരും ഇരകളാക്കും. ഹിന്ദുവിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഇസ്ലാം അല്ലാത്തവരോട് വിരോധമുണ്ട് എന്നുള്ളത് കാഫിറുകളാണ്. ആ കാഫിറുകളെ ശുദ്ധരാക്കി മുസ്ലിങ്ങളാക്കി മാറ്റുക, അതിന് ഏത് ഹീനമാർഗവും സ്വീകരിക്കാം എന്നുള്ള നയമാണ് അവരവലംബിക്കുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി തന്ത്രപൂർവമുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. കേരളത്തിൽ നടത്താൻ പോകുന്ന MEC 7 എന്ന് പറയുന്ന ഒരു പരിപാടി പോലും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടത് ഉള്ളതുകൊണ്ട് നമുക്ക് ബംഗ്ലാദേശിലേക്ക് വന്നാൽ, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെ വിളിക്കാൻ കഴിയുന്നത് നന്ദികെട്ട ഒരു രാഷ്ട്രമെന്നാണ്. ഇന്ത്യ അതിൻ്റെ സ്വന്തം ചോരയും മുലപ്പാലും ഊട്ടി വളർത്തി ഇത്രയുമാക്കിയ ആ ഒരു രാഷ്ട്രം സ്വന്തം അമ്മയോടെങ്ങനെ മാതൃഘാതക അല്ലെങ്കിൽ ഘാതക ആയി മാറുന്നു, അതുപോലൊരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ സങ്കീർണതകൾ ഇല്ലാതെ പറയാൻ കഴിയുന്ന ഒരു പരമമായ സത്യം. അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം ഹിന്ദുക്കളെ കൊന്നു ഇല്ലായ്മ ചെയ്യുക, ഉന്മൂലനാശന സിദ്ധാന്തം അവർ നടപ്പാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളതാണല്ലോ. ആ സിദ്ധാന്തത്തിലൂടെ ഇല്ലാതാക്കിയിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ ഇനി നിർബന്ധിത പരിവർത്തനം. മാപ്പിള ലഹളയുടെ കാലത്തും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ ആ രീതിയിലുള്ള ഉന്മൂലനാശനം ഒരു വശത്ത്, മറുവശത്ത് മത പരിവർത്തനം, നിർബന്ധിതമായ പരിവർത്തനം. കണ്ടവരെയൊക്കെ പിടിച്ചിട്ട് സുന്നത്ത് ചെയ്യിപ്പിച്ച് സുന്നി മുസ്ലിങ്ങളാക്കി അവരെ മാറ്റുക. അത് പ്രത്യേകിച്ച് ഷിയാക്കളെയോ ഇഷ്ടപ്പെടുന്നില്ല, മുസ്ലിം അഹമ്മദിയരെ ഇഷ്ടപ്പെടുന്നില്ല, ബഹായി വിശ്വാസികളെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഹിന്ദുവിനെതിരെ മാത്രം ഉള്ളതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അമുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരോടുമുള്ള സിഖുകാരോടുമുള്ള ഒരു പക തന്നെയാണിത് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ രാഷ്ട്രം, ഇങ്ങനെയുള്ള രാഷ്ട്രം അത് ശരിക്കും നടത്തുന്നത് ഒരു തരത്തിലുള്ള ഹിറ്റ്ലറിസമാണ്, നാസിസമാണ്, ഏകാധിപത്യമാണ്, സമഗ്രാധിപത്യമാണ്. പക്ഷേ ഇന്ത്യയിൽ ഈ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്ത കൂട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി ഇന്നലെ പാർലമെൻറ്റിൽ കന്നിപ്രസംഗം നടത്തുകയുണ്ടായല്ലോ. ഒരൊറ്റ വാക്ക് പറഞ്ഞു. അവർ മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു, സംഭലിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയുള്ള സംഭവങ്ങളെ എല്ലാം കുറിച്ച് പറഞ്ഞു. തൻ്റെ മുത്തശ്ശി രൂപവൽക്കരിച്ച ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം ഇന്ത്യക്കാരോട് മാത്രമല്ല, ഇന്ത്യയോട് മൊത്തത്തിൽ ഇന്ത്യ വേദനിക്കുന്ന ആരുടെ മരണത്തിലാണോ അവർ, സിഖുകാർ, ഹിന്ദുക്കൾ, അങ്ങനെയുള്ള മറ്റു മതക്കാരുടെ എല്ലാം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്തതിനെക്കുറിച്ച്, അവർക്കൊരു സുരക്ഷയുമില്ലാതെ 70കളിലെ പോലെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വാക്ക് അവർ പറഞ്ഞു. വളരെ നീണ്ട 1 മണിക്കൂറോളം നീണ്ട അവരുടെ പ്രസംഗത്തിൽ ഒരു വാക്ക് പോലും അവർ പറഞ്ഞില്ല. മോദിയെ കളിയാക്കാനും BJPയെ കളിയാക്കാനും വേണ്ടി എത്രയോ മിനിറ്റുകളാണ് അവർ ഉപയോഗിച്ചത്.
ഉപയോഗിച്ചത്. പക്ഷെ അവർക്ക് വലുത് വോട്ട് ബാങ്ക് ആണല്ലോ, പ്രത്യേകിച്ച് വയനാടിന്റെ അത് ജിയോഗ്രഫി നമുക്ക് അറിയാമല്ലോ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ് അവരെന്ന് സ്വയം ജനങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്നെ കപട നാടകങ്ങൾ, ആ ചന്ദനക്കുറിയുടെ ഒന്നും ശ്രീരാമന്റെ വേഷം സീതയുടെ വേഷം ഒക്കെ ധരിച്ചുകൊണ്ട് അവർ നടത്തുന്ന പൊറോട്ടു നാടകങ്ങൾ, അത് ശരിക്കും അതിൻ്റെ എന്താണ് അവരെന്നുള്ളത് അതിൻ്റെ തനി നിറം വളരെ വ്യക്തമായിട്ടും സുതാര്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ ഈ പ്രസംഗങ്ങളിൽ നിന്നും. അതുകൊണ്ട് ഭരണഘടനയെക്കുറിച്ച് ഇന്നലെ നടന്ന ആ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ ഈ മോദി മാത്രമോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമോ എതിർക്കേണ്ട ഒന്നല്ല, നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ്, മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ്. ഇന്ത്യയല്ല, ഇന്ത്യയുടെ ഭരണഘടന മാത്രമേ, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളെയും എതിർത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവിടെ നൊബേൽ സമ്മാന ജേതാവ്, സമാധാനത്തിൻ്റെ അപ്പോസ്തോലൻ എന്നൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് യൂനുസ് അധ്യക്ഷത വഹിക്കുന്ന ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അവിടെ പോയി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച നടത്തിയതിൻ്റെ ഫലമായിട്ടാകാം കൊലപാതകത്തിൽ നിന്ന് മറ്റൊരു തന്ത്രത്തിലേക്ക് അവർ മാറുകയാണ്, അതായത് നിർബന്ധിത പരിവർത്തനം. ഇതിൻ്റെ ഫലം എന്താകും? ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ തന്നെ ഹിന്ദുക്കളെ പരിവർത്തനം ചെയ്തൊരു പരിവമാക്കി അവിടെ എല്ലാം കലാപകലുഷിതമായിട്ടുള്ള സംസ്ഥാനങ്ങളാക്കി മാറ്റി. മോദി ഗവൺമെൻറ്റും BJPയും അവരുടെ തീവ്ര യജ്ഞത്തിൻ്റെ ഫലമായിട്ടാണ് അവിടുന്ന് ആ സ്ഥലങ്ങളെ മാറ്റിയെടുത്തത്. അതിലിപ്പോൾ മണിപ്പൂർ മാത്രം, മണിപ്പൂരിൽ വിദേശികൾ കടന്നു കയറിക്കൊണ്ട് ബംഗ്ലാദേശ്, ബർമ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്ന് പുറത്തുള്ളവർ കടന്നു കയറിയാണ് അവർ സൃഷ്ടിക്കുന്ന പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് മോദി അങ്ങോട്ട് പോകുന്നത്. ഒരു വൈദേശിക പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രശ്നമല്ലത്, വിദേശികൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അതിൻ്റെ പരിഹാരം അദ്ദേഹം ചെയ്തുള്ളൂ, അത് വേറെ കാര്യം. അത് നമ്മളിപ്പോൾ അതിലേക്ക് പോകണ്ട. പക്ഷേ ആ പ്രശ്നമായതുകൊണ്ടാണ് മണിപ്പൂരിൽ പോകാത്തത്. മണിപ്പൂർ എന്ന് പറഞ്ഞ് പിന്നെയും എടുത്തിട്ട് കുത്തുവാണ്. പ്രിയങ്ക ഗാന്ധി ഇന്നലെ മണിപ്പൂരിൻ്റെ കാര്യം, അയ്യോ എന്തൊരു വേദന. ബംഗ്ലാദേശിൽ നടക്കുന്നതിന് അവർക്ക് വേദനയൊന്നുമില്ല. ഇന്ത്യയിലേക്ക് ആളുകൾ വീണ്ടും പലായനം ചെയ്യും. ഇങ്ങനെ പലായനം ചെയ്തപ്പോഴാണ് ഇന്ദിരാഗാന്ധി റഷ്യയിൽ പോയിട്ട് കരാർ ഒപ്പിട്ടുകൊണ്ട് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന് ബീജാപാപം നടത്തിയത്. അതവർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭരണഘടന എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രം ജയിച്ചു. ഈ രാഷ്ട്രം എങ്ങനെയാണ് ലോക ഭാഷാ ദിനം ആചരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ലോക ഭാഷാ ദിനമുണ്ട്, ലോകം മുഴുവൻ ആചരിക്കുന്ന ഒരു ദിനം കേരളത്തിലും ആചരിക്കും. ആ ഭാഷാ ദിനം എങ്ങനെ ഉണ്ടായതാണ്? ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അവർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഉറുദുവിന് പകരം തങ്ങൾക്ക് ബംഗ്ലാദേശ് ഭാഷ മതി മാതൃഭാഷയായി എന്ന് പറഞ്ഞ് സമരം നടത്തിയതിന് യാഹ്യാ ഖാന്റെ പട്ടാളം അവരെ നിഷ്കരുണം തെരുവിലിട്ട് വെടിവെച്ച് കൊന്നതിൻ്റെ ദിനം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മാതൃഭാഷാ ദിനം ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ ആചരിച്ചു പോരുന്നത്. ആ ക്രൂരത, അതേ ക്രൂരത തന്നെയാണ് പിന്നീട് യാഹ്യാ ഖാന്റെ പട്ടാള ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് അല്ല, ബംഗ്ലാദേശിലെ ജനങ്ങളെ ക്രൂരമായിട്ട് അടിച്ചമർത്തിക്കൊണ്ട് കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാന് വിധേയമായിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പട്ടാള ആക്രമണങ്ങൾ, ചെന്നായ്ക്കളെ പോലെ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ പട്ടാളങ്ങൾ അവിടെ കടന്നു കയറി സ്ത്രീകളെ മാനഭംഗം ചെയ്തത്. 3 ലക്ഷത്തോളം പേരെ മാനഭംഗം ചെയ്തു, കുട്ടികളെ ഉൾപ്പെടെ മാനഭംഗം ചെയ്തു. ആ മാനഭംഗങ്ങളുടെ ഫലമായിട്ടുള്ള സന്തതികളാണ് ഇന്നും ബംഗ്ലാദേശിൽ ഭൂരിപക്ഷം. അവരുടെ ജീൻ പൂൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ജീൻ പൂളാണ്. അവരുടെ പിതാക്കന്മാരെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പട്ടാളക്കാരുമാണ്. അവർക്കപ്പോൾ അവരുടെ ആ പിതൃബോധം അതാണ്, മാതൃബോധമില്ല. ഇന്ത്യയാണ് അവർക്ക് ജന്മം കൊടുത്തത്, മുലപ്പാൽ ഊട്ടി വളർത്തിയത്. അതവർ മറന്നു. കൃതജ്ഞരായിട്ടുള്ള അവർ മറന്നു. തെരുവീതികളിൽ ഇന്ത്യക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ, ഇസ്കോണിനെതിരെ, ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലൊരു പ്രസ്ഥാനമാണ് ഇസ്കോണിന് ഇന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ക്ഷേത്രങ്ങളെ സൗജന്യമായിട്ട് പ്രസാദ വിതരണം ചെയ്യുക, ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങൾ ചെയ്യുക, കൃഷ്ണ കോൺഷ്യസ് എന്ന് പറയുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചിന്താപദ്ധതി ഉണ്ടാവുക, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വോളണ്ടറി സംഘടനയാണത്, സന്നദ്ധ സംഘടന. അവിടുത്തെ സന്യാസി അറസ്റ്റിലായത് നവംബർ 25 ഇത്രയും നാളായിട്ട് അവിടെ ജാമ്യം ലഭിച്ചിട്ടില്ല. അതെ, സ്വാമി കൃഷ്ണ ചൈതന്യം അല്ലെ, ചിന്മയാനന്ദ എന്ന് പറയുന്ന സ്വാമി. ആ സ്വാമിക്ക് ഇതുവരെ മോചനം കിട്ടിയിട്ടില്ല. ആ സ്വാമിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീൽ പോലുമില്ല. ഇന്ത്യയിലെ മുംബൈയിൽ വന്ന് നരനായാട്ട് നടത്തിയ കസാബിന് ഇന്ത്യ ഒരു വക്കീലിനെ കൊടുത്തു വാദിച്ചു. ഇന്ത്യ കൊടുത്തു ഒരു വക്കീലിനെ. അതാണ് ജനാധിപത്യ മര്യാദ.
ആ ജനാധിപത്യ ജുഡീഷ്യറിയുടെ മര്യാദ പോലുമില്ലാതെ അയാളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുക. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം നേടിയ ആൾ. ഇതാണോ സമാധാനം? ഇങ്ങനെയാണോ സമാധാനം ഉണ്ടാക്കേണ്ടത്? അദ്ദേഹത്തിന് അത് കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? ഹിന്ദുക്കളെ അവിടെ കൊല്ലുന്നതിന്, ബുദ്ധമതക്കാരെ കൊല്ലുന്നതിന്, അതുപോലെ തന്നെ മറ്റ് ഇതര മുസ്ലിം സുന്നികൾ ഒഴിച്ചുള്ള ആൾക്കാരെ കൊല്ലുന്നതിന് ഒക്കെ അധ്യക്ഷം വഹിക്കുന്ന ആളാണോ ഒരു നൊബേൽ സമ്മാനത്തിന്? തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് വലിയ വളർച്ച നേടിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഇത്തരം പ്രവർത്തികൾ ആ രാജ്യത്തെ സാമ്പത്തികമായി തന്നെ ഇല്ലാതാക്കാനുള്ള സാധ്യതയില്ല. മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറുമോ ബംഗ്ലാദേശ്? അവിടെ ചില വേറെ കളികൾ. ഡാക്ക മസ്ലിൻ ഇന്ത്യയുടെ അഭിമാനമായിരുന്നു, ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു കാലത്ത്. ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇന്ത്യയാണ്. ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു അത്. ആ ബംഗാൾ, അവിടെയാണ് നമ്മുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച സ്ഥലമാണ്. അതുപോലെ എത്രയോ ബുദ്ധിജീവികൾ. ആ പത്മാനദിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, പത്മാനദി ഒഴുകുന്നത് ബംഗ്ലാദേശിൽ കൂടിയാണ്. ഗംഗാനദിയുടെ ബംഗ്ലാദേശിലെ പേരാണത്. അപ്പം അങ്ങനെയുള്ള ഒരു നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. വാസ്തവത്തിൽ മതത്തിൻ്റെ പേരിൽ അത് വിഭജിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഡാക്ക മസ്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇന്ത്യയുടെ സഹകരണം ഇല്ലാതാകുമ്പോൾ പകരം ചൈനയുടെ സഹായവും സാമ്പത്തിക സഹായം അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ, കമ്മ്യൂണിസവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ അവിടെ പോയി ഷീ ജിൻപിങ്ങിനെ കണ്ട് ചർച്ചകൾ നടത്തിയത്. ഇന്ത്യയെ അട്ടിമറിക്കാനും അവർക്ക് സാമ്പത്തിക സഹായം നൽകാനും. പാകിസ്ഥാന് കഴിയില്ല. പാകിസ്ഥാൻ പിച്ചാപാത്രമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നിന്ന് കൈ നീട്ടുകയാണ്. അവർക്ക് പറ്റില്ല. അതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് ചൈന ഉപയോഗിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ചൈന ആവശ്യമില്ലാതെ അങ്ങനെ സഹായിക്കുകയില്ല, കൈവിട്ട് കളിക്കുകയില്ല. തന്നെയുമല്ല, റഷ്യ ഇന്ത്യക്ക് അനുകൂലമായി ചൈനയെ മുന്നറിയിപ്പ് നൽകും. ചൈനയ്ക്ക് അത് നടക്കാൻ പോകുന്നില്ല. ചൈന സഹായിച്ച രാജ്യങ്ങളിൽ ഇന്ന് സാമ്പത്തികമായി തകർച്ചയിലാണ്. ശ്രീലങ്ക, അതെ, ഈ കോൺഗ്രസിന്റെ ഐക്യം പോലെ കോൺഗ്രസ് ഏത് കക്ഷിയുമായിട്ട് ഐക്യം കൂടുന്നോ അവർ നശിക്കും. NCP, SP, അതുപോലെ തന്നെ ഉദ്ധവ് താക്കറയുടെ പാർട്ടി, നോക്കൂ, പാർട്ടികളെ നശിപ്പിക്കുന്നത് പോലെ ചൈന തകർക്കുമെന്നുള്ളത് ഉറപ്പുമാണ് ബംഗ്ലാദേശിനെ. അതിപ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താമസിയാതെ ട്രംപ് വന്നു കഴിയുമ്പോഴത്തേക്കും യൂനിസ് പുഷ്പം പോലെ പുറത്താവുകയും ചെയ്യുമെന്നാണ് നമുക്ക് കരുതേണ്ടത്. ഒരു തരത്തിലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അദ്ദേഹം വെച്ചു ഉറപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.